വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും എഡ്യൂസൈടെക് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു തേർഡ് പാർട്ടാണ്. ഓക്കെ, തേർഡ് പാർട്ടല്ല, ഇതൊരു ഫോർത്ത് പാർട്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് അൾജിബ്ര, അതായത് ബീജഗണിതം എന്ന് പറയുന്ന ഒരു ബേസിക്സ് ഓഫ് അൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിതത്തിൻ്റെ അടിസ്ഥാനം എന്ന ഒരു പാഠത്തിൻ്റെ ഒരു കൺസെപ്റ്റാണ്. മാത്സിലെ ഒരു കൺസെപ്റ്റിൻ്റെ 4ാമത്തെ ഭാഗം കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. അപ്പം ഇതിന് മുമ്പുള്ള 3 വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ലെങ്കിലും നിങ്ങൾ കുറേ ഹയർ സ്റ്റഡീസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പാണ്. ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇപ്പം നമ്മൾ പറയുന്നത് ബീജഗണിതത്തിന്. ഇതാണ് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും, ഈവൻ PSC ആയാലും UPSC ആയാലും SSC ആയാലും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കായാലും ഈ ഒരു പാർട്ട് ആണ് ആവശ്യം. പക്ഷേ മറ്റേത് വേണം, ഒരു ബേസ് ഉണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ, ഒരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിലല്ലേ വീടിന് ഇതുള്ളൂ അല്ലേ. അടിസ്ഥാനം എന്ന് പറയുന്നത് ബേസാണ്. ആ കൺസെപ്റ്റ് അറിയാൻ വേണ്ടി മുന്നുള്ള ഇത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്തതാണെങ്കിൽ അത് എല്ലാവരും ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലത്. കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങാൻ ഒരു ഇനിഷ്യേറ്റീവ് ആവുന്നതിൻ്റെ ഒരു കാരണം അത് തന്നെ. കാരണം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പഠിക്കും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന്, അത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ ഒരു പോരായ്മ തന്നെയാണ്. അത് ഇന്നും എത്ര വലിയ ബൈജൂസ് ഇവിടെ വന്നാലും ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്നവരായിട്ട് കുറവാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. അതാർക്കും എന്താ പറയുക, അത് അല്ല, അല്ലെങ്കിൽ അത് ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആണ് ഇന്നത്തെ അല്ലെങ്കിൽ എക്സാമിനേഷൻസ് അല്ലെങ്കിൽ ഇന്നത്തെ പഠന രീതി എന്നൊക്കെ പറയാൻ ആർക്കും പറ്റത്തില്ല. ഇവൻ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോ എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിന് പോലും ഈ സിലബസ് ഇങ്ങനെയൊക്കെയാണ് ഗൈസ് എന്നുള്ള രീതിയിലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ അങ്ങനെ പഠിച്ച് നമ്മൾ വരുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങാനും +2ൽ 1200 മാർക്ക് വാങ്ങാനും വേണ്ടി കുറച്ച് കുട്ടികളെ വാർത്തെടുക്കുന്നു. പക്ഷേ ബിലോ ആവറേജ് ആയിട്ടും കുറേ കുട്ടികളുണ്ട്. ഒരു ക്ലാസ്സിലെന്ന് പറയുമ്പോൾ കൂടുതലും എനിക്ക് തോന്നുന്നു ആവറേജ് സ്റ്റുഡൻസ് തന്നെയാണ്. പക്ഷേ പിന്നെ കുറച്ച് എബോ ആവറേജസ് ഉണ്ട്, ബിലോ ആവറേജസ് കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ഞാനിപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ആവറേജ് സ്റ്റുഡൻസിന് വേണ്ടിയാണ്. കാരണം ആവറേജ് സ്റ്റുഡൻസിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡൗൺ ആയിട്ട് സംസാരിച്ച് കുറച്ച് അപ്പായിട്ട് സംസാരിക്കുമ്പോൾ ബിലോ ആവറേജിനെ നമുക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റും, എബോ ആവറേജിനെ ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റും. അപ്പം അതാണ് ഈ വീഡിയോ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടുകൂട്ടിയ പല വ്യക്തികളും, ഞാനൊരു കോച്ചിങ് സെൻറ്ററിൽ പോയപ്പോൾ അവിടെ കണ്ട പല വ്യക്തികളിലും നോൺ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പല വ്യക്തികളും കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്നാമത് ബേസ് ഇല്ല. ഓക്കെ, കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് എന്ന് പറയുമ്പോൾ 1 മിനിറ്റിനകമൊക്കെ നിങ്ങൾ ആൻസർ ചെയ്യണം എന്ന് പറയുന്ന സ്പീഡ് ആക്യുറസി ഒക്കെ ഒരു വലിയ കാര്യമാണ്. പോയിന്റ് ഓഫ് ചെയ്യുന്നതും എന്താ പറയുക, പെർമിറ്റേഷൻസ് കോമ്പിനേഷൻസ് പോലെയുള്ള ഒരു ഇതാണ്, ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയൊക്കെ കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു സബ്ജക്റ്റിലെ ബേസ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയില്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം കോമ്പറ്റേറ്റീവ് എക്സാമ്പിളാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫ് എവിടെ എത്തണമെന്നുള്ളത്. ഓക്കെ, മറ്റേതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന കുറേ പേര് ഫുൾ A+ വാങ്ങുന്ന ഒരുപാട് പേരുണ്ട് ഇന്നത്തെ കാലത്ത് അതല്ലേ. അതുപോലെ എന്താ പറയുക, 1200 വാങ്ങുന്ന കുട്ടികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കും. ഓരോ വർഷം കൂടുന്നവർ കൂടുക. അല്ലെങ്കിൽ ഫുൾ A+ +2 വാങ്ങുന്നവരുടെ എണ്ണം എന്നൊക്കെ പറഞ്ഞാൽ എറണാകുളത്ത് കൊണ്ട് കല്ലിട്ട ഒരു ഒരു എന്താ പറയുക, ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഒരു ബംഗാളിയുടെ തലയില വന്ന് വീഴുന്നതെന്നൊക്കെ പറയുന്ന പോലെ ഇന്ന് ഒരു കല്ലെടുത്ത് മണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2ൻ്റെ റിസൾട്ടിൻ്റെ ദിവസം അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ടിൻ്റെ അന്ന് ഇട്ട് പോകുകയും ഫുൾ A+ വാങ്ങുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട് ഇല്ലേ. ഇവൻ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു, എനിക്ക് ഒരു 9+ +2ഉണ്ടായിരുന്നു. ഓക്കെ, അതൊരു +2ൽ 9+ അല്ല, 10th 9+ ഉണ്ടായിരുന്നു. +2ൽ 89% മാർക്ക് 4A+ ഒക്കെ ഉണ്ടായിരുന്നു, 2 A ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കൊണ്ട് വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് അർഹതപ്പെട്ട റിസൾട്ട് ആണോ എന്നുള്ളത് ഓരോ വ്യക്തികളും വിലയിരുത്തും. കാരണം നമുക്ക് ബേസ് സ്ട്രോങ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ. അപ്പം ഞാൻ അധികം പറഞ്ഞ് ദീർഘിക്കുന്നില്ല. ഓക്കെ, ഞാൻ ഇതൊരു സമകാലിക പ്രസക്തമായ ഒരു കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ. ആത്മപരിശോധന നടത്തേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പം നമുക്ക് ബാക്കി ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ആഡിങ് ബ്രാക്കറ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ബോഡ്മാസ് റൂൾ വെച്ച് നമ്മൾ എങ്ങനെ അൾജിബ്രായിക് എക്സ്പ്രഷൻസ് ഡീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഓരോ ടേമുകളും ചെയ്തിട്ട് എന്താണ് ലൈക്ക് ടേംസിനെ കൊണ്ടുവന്ന് അതിൻ്റെ എന്താ പറയുക കോഎഫിഷ്യൻ്റ് ഓപ്പറേഷൻ നടത്തുന്നു. അതിനുശേഷം റിസൾട്ട് എടുത്ത് എഴുതുന്നു. അതാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ 4 × A + 5B + 3 × 7A - B എന്നുള്ളതിൻ്റെ ആദ്യമേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ലൈക്ക് ടേംസിനെ കൊണ്ടുവരുന്നു. അതിനുശേഷം നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്തി. 25A + 17B ആണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇല്ലെങ്കിൽ എന്താണ് 2 × 7A - 6B + 6 × 3A + B എന്ന് പറയുമ്പോൾ ആദ്യമേ എന്താണ് അൾജിബ്രായിക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, എന്നിട്ട് നമ്മൾ അഡീഷൻ ചെയ്യുന്നു. കാരണം
ബോർഡ് മാസിൽ പറയുന്നത് എന്താണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്, ക്ലാസ് തുടങ്ങിയ ദിവസം മുതൽ പറയുന്നുണ്ട്, മാത്സിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ബോർഡ് മാസ് ആണ്. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇത് നിങ്ങൾ പഠിക്കുന്ന ഒരു LKG സ്റ്റുഡൻറ്റ് പഠിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവസാനം വരെ ഇത് ജീവിതത്തിൽ നിങ്ങൾ മാത്സ് എവിടെയൊക്കെ ഉപയോഗിക്കും, ഈ കോമ്പറ്റേറ്റീവ് എക്സാമ്പിൾക്ക് പോലും ഇത് ആവശ്യമുണ്ട്. ഈ ആൾജിബ്രായിക് എക്സ്പ്രഷനിലും അല്ലെങ്കിൽ ആൾജിബ്രായിക് ഇക്വേഷൻസ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ പോലും ഇത് ആവശ്യമുണ്ടെന്നുള്ളത് ഉറപ്പായിട്ട് നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ ചെയ്യുക. കാരണം കോംപ്ലക്സിറ്റി കൂടുന്തോറും ബോർഡ് മാത്സ് ആണ് അവിടെ വരേണ്ടത്. അങ്ങനെ കുറേ കൺസെപ്റ്റുകൾ നമ്മളെ ബ്രെയിനിൽ കൂടെ ഓടണം ആ സമയത്ത്. ഓക്കെ, 32a - 6b എന്ന് കിട്ടി. ഇനി ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. 7 × 2a - 4b + 2 × 2a + b. ഇതിൽ ഒരു വേ സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ 7 × 2 14 ആണ്, 2 × 2 എന്താ പറയുക 4 ആണ്. അപ്പം 14 + 4 18 ആണ്. അപ്പോൾ എന്തായാലും ആദ്യത്തെ ഒരു ഇത് കിട്ടിയില്ല, 18 മൈനസ് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് എഴുതാം. ഇത് എന്ന് പറഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ നമുക്ക് എടുത്ത് എഴുതുന്നതാണ്. ഇത് പോരാ, കോമ്പറ്റേറ്റീവ് എക്സാമൊക്കെ വരുമ്പോൾ സ്പീഡപ്പ് വേണം. പിന്നെ നിങ്ങളെ സംബന്ധിച്ചുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണല്ലോ മാർക്ക് തരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കോപ്പി അടിച്ചെന്ന് പറയും. അതുകൊണ്ട് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ചെയ്ത് തരുന്നതായിരിക്കും ബെറ്റർ. ഞാനൊരു സിമ്പിൾ മെത്തേഡ് എങ്ങനെ ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഒറ്റ സ്റ്റെപ്പിലൊക്കെ ആൻസർ കിട്ടുന്ന രീതിയാണ് ഇത്. ഓരോ ക്വസ്റ്റ്യൻസ് ഇതുവരെ നമുക്ക് പടപടാന്ന് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ എന്താണ്, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ കഴിഞ്ഞ സബ്ട്രാക്ഷൻ. അഡിഷൻ സബ്ട്രാക്ഷൻ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. സൈനാണ് ഇവിടുത്തെ പ്രയോറിറ്റി. ആ സൈൻ പ്രയോറിറ്റി ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, 3 × 2a - 4b എന്നുള്ളത് ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, അതിനുശേഷം -2 × a + 2b എന്നുള്ള ഇത് എഴുതിയിട്ട് ഇതിന്റെ ആൻസർ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നു. 4a - 16b എന്ന് കിട്ടുന്നു. ഇത്രയും സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യണം സ്കൂൾ സ്റ്റുഡൻസ് ആണെങ്കിൽ. പക്ഷേ നിങ്ങൾ എന്താ പറയുക, ഒരു ഇതാണ്, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ ഈ 4a - 16b എന്നുള്ള ആൻസറിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക. അത് ഭയങ്കര സ്പീഡ് കൊണ്ടുവരിക തന്നെ ചെയ്യണം. ഓക്കെ, ഇനി 3 × 2p + 3q - 4 × p - 2q അതുപോലെ നമുക്ക് ചെയ്യാം. ഓക്കെ, 7 × m - 2n - m - 3n എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ 7m - 14n - m + 3n. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, 3 × 4n + 5m - 5 × 2n - 4m എന്ന് പറയുമ്പോൾ എന്താണ്, സിമ്പിൾ. വേണമെങ്കിൽ ഞാൻ എന്നിൻ്റെ കോഫിഷ്യൻറ്റ് മാത്രം പറഞ്ഞുതരാം. ഇവിടെ എന്താണ് 12n - 10n എന്താണ് 2n എന്നുള്ളത് കിട്ടും. ഓക്കെ, അതുപോലെ എമ്മിൻ്റെ കോഫിഷ്യൻറ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ 5 × n - 2m - m + 2n. ഇതിലും നമുക്ക് ഞാൻ വേണമെങ്കിൽ എമ്മിൻ്റെ കോഫിഷ്യൻറ്റ് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ എന്താണ് വരുന്നത്, -10m - m ആണ്, 11m എന്നുള്ളത് വരും. ഓക്കെ, അത് 3 × 2n + 6m - 6n - 2m. ഓക്കെ, അതിലെന്താണ് വരുന്നത്, വേണമെങ്കിൽ എന്നിൻ്റെ കോഫിഷ്യൻറ്റ് ഞാൻ പറഞ്ഞുതരാം. എന്താ 6n - 6n + 6n - 6n 0 ആണ്. എന്നിന് അവിടെ കോഫിഷ്യൻസ് ഒന്നുമില്ല. എമ്മിന് എന്താണ് വരുന്നത്, 18m + 2m 20m വരും. ഓക്കെ, അതൊരു 2 × 3n - m - 7 × n - 5m എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഞാൻ എന്നിൻ്റെ കോഫിഷ്യൻസ് പറഞ്ഞുതരാം. 3 × 2 6n ആണ്, -7 എന്ന് പറയുമ്പോൾ -1n ആയിട്ട് വരും. ഓക്കെ, അതിലേതാണോ പോസിറ്റീവ് വരുന്നത്, എം ആണോ എന്നാണോ പോസിറ്റീവ് വരുന്നത്, അത് ഏത് അൾജിബ്രായിക്ക് റെഫറൻസ് ആണോ പോസിറ്റീവ് വരുന്നത് അതിന് പ്രയോറിറ്റി കൊടുത്ത് ആദ്യം എഴുതാൻ ശ്രമിക്കുക. അതാണ് ഒരു ബേസിക് ഒരു എന്താ പറയുക, ആ സ്റ്റെപ്പ് കുറച്ച് ബ്യൂട്ടിഫുൾ ആണെന്ന് പറയാം. ഇനി 8 × 5n - m - 2 × 2n + m. അവിടെ നമുക്ക് എന്നിൻ്റെ കോഫിഷ്യൻറ്റ് നോക്കാം. 8 × 5 14n - 2 × 2 4n. അപ്പം എന്താണ് 40n - 4n ആണ്. അപ്പം 36n എന്ന് നമുക്ക് എഴുതാം. എന്നിട്ട് അവിടെ ഏതാണ് പോസിറ്റീവ് ആ അൾജിബ്രായിക് റെഫറൻസ് ആദ്യമേ കൊണ്ടുവന്ന് എഴുതാൻ ശ്രമിക്കുക. അപ്പം ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻസ്. ഇത്രയാണ് നമ്മൾ അൾജിബ്രായിക് ഇതിൽ നമ്മൾ പറയാനുള്ളത്. നമ്മളൊന്ന് റിവേഴ്സ് ആയിട്ട് പോയി നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ പഠിച്ച്, ബോർഡ് മാസിൽ വെച്ചുള്ള അൾജിബ്രായിക് എക്സ്പ്രഷൻ്റെ എന്താ പറയുക, അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എല്ലാം നമ്മൾ പഠിച്ചു. ഓക്കെ, പിന്നെന്താ നമ്മൾ പഠിച്ചു, ഫാക്ടറൈസിങ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഫാക്ടറൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൾജിബ്രായിക് മൾട്ടിപ്ലിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഫാക്ടറൈസിങ് എന്ന് പറയുന്നത്. ഫാക്ടർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഫാക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, കാരണം ആൻസർ വന്നിട്ട് ക്വസ്റ്റ്യൻ എഴുതുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതൊരു ഡിഫിക്കൽട്ട് കണ്ടീഷൻ ആവും. പക്ഷേ നല്ല കൺസെപ്റ്റ് പറഞ്ഞ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആൻസർ തന്ന് ഇത്ര വലിയ ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ
ആൻസർ കണ്ടെത്താൻ പറ്റും. തന്നിട്ട് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കും. പ്രത്യേകിച്ച് ഈ ട്യൂട്ടോറിയൽ കണ്ട ഈ വീഡിയോസ് എല്ലാം കണ്ട കുട്ടികൾ ഉറപ്പായി അത് ചെയ്യുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഐ ബിലീവ് ഇൻ യുവർ സെൽഫ്. ഞാൻ നിങ്ങളിൽ വിശ്വസിക്കുന്നു. ഓക്കെ, ഐ ബിലീവ് ഇൻ യുവർ സെൽഫ് അല്ലേ, അത് കുറച്ച് ഗ്രാമാറ്റിക് ഡിഫറൻസ്, അതിലൊരു ഗ്രാമാറ്റിക് ആയിട്ട് മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല. മാത്സിൽ എന്തിനാണ് നമ്മൾ ഗ്രാമറൊക്കെ നോക്കുന്നല്ലേ? ഇൻഡിസസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? നമ്മൾ ഓരോ കാര്യങ്ങളും എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? സിംപ്ലിഫിക്കേഷനും അതുപോലെ ഹാർഡർ സിംപ്ലിഫിക്കേഷൻ വന്നപ്പോൾ എങ്ങനെ ചെയ്യണം, ഷോർട്ടർ സിംപ്ലിഫിക്കേഷൻ, നെഗറ്റീവ് വാല്യൂസ് വെച്ചുള്ളത്. ഓക്കെ, ബേസിക് ആൾജിബ്രൈക് അഡിഷനും ഇതെല്ലാം പറഞ്ഞു. പിന്നെ നമ്മൾ എന്താണ് ആൾജിബ്രൈക് എക്സ്പ്രഷൻസുകൾ ഫോം ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ടു ഗെറ്റ് ദ ഗ്രിപ്പ് വിത്ത് ദ ആൾജിബ്രൈക് ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിഷ്യലി വീഡിയോയിൽ പറഞ്ഞ ആ ഗ്രിപ്പ് നിങ്ങൾക്ക് കിട്ടിയെന്നും ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും തറവായെന്നും ഞാൻ കരുതുന്നു. പിന്നെ എന്താ പറയുക, ഈ ആൾജിബ്രയിൽ ഇത് മാത്രമല്ല. ഓക്കെ, ആൾജിബ്ര എന്ന് പറയുന്നത് നമ്മൾ ഒരു സെൻറ്റൻസ് തരുന്നു. ഓക്കെ, ഈ സെൻറ്റൻസിൽ മോർ ദാൻ, ടോയ്സ് എന്നൊക്കെ പറയുന്ന ചില വേർഡുകൾ പോലും മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ വരും. ഓക്കെ, അപ്പം അത് എങ്ങനെ ചെയ്ത് സ്റ്റെപ്പുകൾ എഴുതി ചെയ്തു, അതുപോലെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ എങ്ങനെ ആൻസറിലേക്ക് എത്തുന്നു എന്നൊക്കെ പറയുന്ന ഒരു ബേസിക്. അപ്പോൾ ആൾജിബ്ര എന്ന് പറയുന്ന സാധനം എവിടെ അവസാനിക്കുന്നില്ല. ഏതൊരു കാര്യത്തിന് ഒന്നും വേണ്ട, അസ്യൂം യുവർ നെയിം സപ്പോസ് ബി എക്സ് എന്ന് പറയുന്നത് വരെ നമ്മൾ ആൾജിബ്ര ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പം എന്താ, അസ്യൂം ദാറ്റ് നമ്പർ ഓഫ് തിങ്സ് ഈസ് എൻ എന്ന് പറയുന്ന ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും ഏതൊരു സബ്ജക്റ്റിനായാലും നമ്മൾ ആൾജിബ്ര ഉപയോഗിക്കുന്നത്. നമ്മളറിയാതെ പോലും നമ്മൾ എത്ര തവണ ആൾജിബ്ര നമ്മുടെ ലൈഫിൽ ഉപയോഗിച്ചു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ. അപ്പം നിങ്ങൾക്കെല്ലാം ആൾജിബ്ര അറിയാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലപ്പം ഇതിൽ പല ആൾക്കാർക്കും കമൻറ്റിലൂടെ ഞാൻ വിശ്വസിക്കുന്നു എന്നെയും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയും. ഓക്കെ, പഠിപ്പിക്കാൻ ആവട്ടെ എന്ന് ഞാനും വിഷ് ചെയ്യുന്നു. കാരണം നല്ലതല്ലേ, നിങ്ങൾ എന്നെയും പഠിപ്പിക്കുക. കാരണം ഞാനും കുറേ അറിവുകൾ നേടും. ആരും ഇവിടെ കംപ്ലീറ്റ് നോളജോടുകൂടി മുന്നോട്ട് പോകുന്നില്ലല്ലോ അല്ലേ? അപ്പം ഇടയ്ക്ക് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നതിലൊരു ബ്രേക്ക് വന്നു. സോറി ഫോർ ദ ബ്രേക്ക്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമില്ല. ഞാനെപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ബിലോ ആവറേജ് സ്റ്റുഡൻസിനും കൂടെ വേണ്ടിയാണ്. കാരണം ടീച്ചേഴ്സ് തരയപ്പെടുന്നു, അവർക്ക് ഇവരെ കൊണ്ട് റിസൾട്ട് കിട്ടത്തില്ലെന്നൊക്കെ പറയുമ്പോൾ അവരെ തരയുന്ന ആ സ്റ്റുഡൻസിനെ എനിക്ക് വേണം. മനസ്സിലായി? കാരണം ഞാനും അങ്ങനത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു, അതുകൊണ്ട് പറയാം. അങ്ങനെയുള്ളൊരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ആ ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിനെ എനിക്ക് വേണം. ഞാൻ അവരെ സ്കോർ ചെയ്ത് കാണിക്കാം, അവർക്കും ക്യാപ്പബിൾ ഉണ്ട്. അവരെ കൊണ്ട് ഞാൻ 1200 മാർക്ക് വാങ്ങും, ഫുൾ A+ വാങ്ങും എന്നുള്ളതല്ല പറയുന്നത്. പക്ഷേ അവർക്ക് ഓരോ കൺസെപ്റ്റ് അറിഞ്ഞ് നാളെ ഏതെങ്കിലും വലിയ സർക്കാർ ഓഫീസുകളിൽ ഒരു സ്ഥാനത്ത് അവർക്ക് ഇരിക്കാൻ പറ്റും. കാരണം അവർക്ക് നല്ലപോലെ ബേസ് കിട്ടും. മറ്റു കുട്ടികൾ മാർക്ക് വാങ്ങിപ്പോകും, പക്ഷെ അവർക്ക് ബേസ് ഇല്ലല്ലോ. അപ്പോൾ അവരെങ്ങനെ കോമ്പറ്റീവ് എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്യും? മനസ്സിലായില്ലേ? അപ്പം എല്ലാം ദൈവം ഒരാൾക്ക് തികച്ചു കൊടുക്കത്തില്ല. അപ്പോൾ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് അധ്യാപകർ വരുത്തുന്ന ടീമുകൾ അല്ല ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടുന്നത്. അപ്പം ഇതൊക്കെ കേൾക്കുന്ന ഒരു അധ്യാപകനെങ്കിലും ഉണ്ടെങ്കിൽ, റിപ്പീറ്റ്, ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യം കേൾക്കുന്ന ഒരു അധ്യാപകനും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു അധ്യാപകനെങ്കിലും ജീവിതത്തിൽ ഒരു ആത്മപരിശോധന നടത്തും. നിങ്ങൾ എത്രത്തോളം പാർഷ്യാലിറ്റി വിദ്യാർത്ഥികളോട് കാട്ടിയിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പം അതൊരിക്കലും പാടില്ല. ഒരു അധ്യാപകനെ സംബന്ധിച്ചോളം ശിഷ്യന്മാരെല്ലാം തുല്യരായിരിക്കണം. മാത്രമല്ല വിദ്യ നൽകുക, വിദ്യ തന്നെ സർവ്വധന പ്രധാനത. ഇന്ന് വിദ്യ കൊണ്ട് ധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവന്മാർ ഈ ലോകത്ത് മൊത്തം, ഇൻക്ലൂഡിങ് മലയാളിയായ ബൈജൂസ് പോലും എന്തുകൊണ്ട് തകർന്നു? ഒരു പരിധിക്കുള്ളിൽ വിദ്യ ധനമാക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല മക്കളെ, നടക്കൂല. ഇത് ഭാരതമാണ്. മനസ്സിലായി? ഭാരതത്തിൽ ഗുരുശിഷ്യ ബന്ധത്തിന് അത്രയും ഊഷ്മളമായ ഒരു ഇതാ. ഓക്കെ, ഇപ്പം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗുരു ബ്രഹ്മ മഹേശ്വര എന്നൊക്കെ പറയുന്ന ആ ഒരു തത്വം പാലിക്കുന്നത്. ഗുരു ഈശ്വരന് തുല്യമാണ്. ഗുരുവിലൂടെ നമ്മൾ ഈശ്വരനെ കാണുന്നു. അതായത് മാതാ പിതാ ഗുരു ദൈവം. മാതാവിലൂടെ പിതാവിനെ കാണുന്നു, പിതാവ് ഗുരുവിനെ കാട്ടുന്നു, ഗുരുവിലൂടെ ദൈവത്തെ കാണുന്നു. ആ ദൈവത്തെ കാട്ടേണ്ടവർ തന്നെ ഇന്ന് പാർഷ്യാലിറ്റിയാണ്. അവർ ഒരു വിഭാഗം ജനത്തെ മാത്രം സ്വർഗത്തിലേക്ക് അയക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തെ കാട്ടുന്ന രീതിയിൽ പഠിപ്പിക്കുകയാണ്. ഈ പാർഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇന്ന് മാറും, അന്ന് മാത്രമേ ഈ ലോകം നന്നാവുള്ളൂ. മാത്രമല്ല വിദ്യാഭ്യാസം എന്നത് ഒരു കച്ചവടം ആവാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രം ഉള്ളൂ അതിനൊരു പ്രസക്തിയുള്ളൂ. ഓക്കെ, അപ്പം എത്ര പറയുള്ളൂ. ഈ വീഡിയോ കൊണ്ട് ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എനിക്കതും മതി. ഒരാളെങ്കിലും കണ്ട് അവർ ഇതിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊണ്ട് പോകുന്നു. കാലാകാലങ്ങളോളം ഞാൻ അതിലൂടെ ഓർക്കട്ടെ, അവരെന്നെ ഓർക്കുമല്ലോ. അപ്പം ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്.
അപ്പോൾ ഇത് ഇത്തിരി ദീർഘിക്കപ്പെട്ടത് ഇതൊരു അവസാനത്തെ വീഡിയോ ആയതുകൊണ്ടാണ്. ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ്. ഹാവ് എ നൈസ് ഡേ. കീപ് ഗോയിങ്. താങ്ക് യു.